പ്ലസ് ടു ക്ലാസ്സുകളിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ അവസാനം വരെ കാണും. ജൂൺ 18 മുതൽ നിങ്ങളുടെ സ്കൂളിലേക്ക് പ്ലസ് 1 വിദ്യാർത്ഥി എത്തും. ആ സമയത്ത് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന വളരെ മോശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് റാഗിംഗ് എന്നുള്ളത്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്ലസ് 1 വിദ്യാർത്ഥികളെ പല കാരണങ്ങൾ പറഞ്ഞ് പ്ലസ് 2 വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിക്കുന്നു. ശരിക്കും ഈ പ്ലസ് 1 വിദ്യാർത്ഥികളെക്കാൾ 1-2 വയസ്സ് കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഒരേ പ്രായക്കാരാ, ഒരേ വൈബിൾ ആളുകളാ, ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകളാ. എന്നിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്ലസ് 2 വിദ്യാർത്ഥികൾ റാഗിംഗ് എന്ന മോശ പ്രവൃത്തിയുടെ പേരിൽ പ്ലസ് 1 വിദ്യാർത്ഥികളെ ഉപദ്രവിക്കും. മൈ ഡിയർ പ്ലസ് 2 സ്റ്റുഡൻസ്, ഈ റാഗിംഗ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ലഭിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ഉല്ലാസമാണ് നിങ്ങൾ ലഭിക്കുന്നത്? മറ്റൊരാളുടെ മനസ്സിൽ വേദനിപ്പിക്കുക, മറ്റൊരാളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുക, മറ്റൊരാളെ ശാരീരികമായിട്ട് വേദനിപ്പിക്കുക, മാനസികമായിട്ട് വേദനിപ്പിക്കുക. ചിലപ്പോൾ അവന് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടായിരിക്കും ഒരു പ്ലസ് 1 വിദ്യാർത്ഥി പ്ലസ് 2 എത്തുന്നത്. അവരുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും. ഒരുപാട് പഠിക്കണമെന്ന ആഗ്രഹത്തോട് സ്കൂളിലേക്ക് എത്തുന്ന പ്ലസ് 1 വിദ്യാർത്ഥികളുണ്ട്. പല ആഗ്രഹങ്ങളുമായിട്ട് സ്കൂളിലേക്ക് എത്തുന്ന ആളുകളാണ് പ്ലസ് 1 വിദ്യാർത്ഥികൾ. അവരെ പല രീതിയിൽ മോശമാക്കിയിട്ട്, പല രീതിയിൽ മാനസികമായി വിഷമിപ്പിച്ചിട്ട്, പല രീതിയിൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ട്, സാമ്പത്തികമായിട്ട് അവരിൽ നിന്ന് പലതും പിടിച്ച് കളിച്ചിട്ടൊക്കെ പല പ്ലസ് 2 വിദ്യാർത്ഥികൾ ഉപദ്രവിക്കുന്നു. ഇത് ഏറ്റവും മോശമായ പ്രവൃത്തിയാണ്. പക്ഷെ എല്ലാ പ്ലസ് 2 വിദ്യാർത്ഥികളും ഒരിക്കലും വളരെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തോളിൽ കൈവച്ച് സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ പോലെ പ്ലസ് 1 വിദ്യാർത്ഥികളെ കാണുന്ന പ്ലസ് 2 വിദ്യാർത്ഥികൾ നമ്മുടെ കേരളം. വളരെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഏറ്റവും അടിപൊളി കൂട്ടുകാരായിട്ട് നടക്കുന്ന പ്ലസ് 2 പ്ലസ് വിദ്യാർത്ഥികളാണ് അതാണ് നമ്മുടെ കേരളം. പക്ഷേ ഒരു ചെറിയ പെർസെന്റേജ് പ്ലസ് 2 വിദ്യാർത്ഥികൾ പല കാരണങ്ങൾ പറഞ്ഞ് പ്ലസ് 1 വിദ്യാർത്ഥികൾ. ഞാൻ പറയട്ടെ മക്കളെ, നിങ്ങളുടെ ലൈഫിൽ ഒരാളെ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ the karma will hit you. ഞാൻ വീണ്ടും ആസ്വദിച്ച് പറയാണ്, നിങ്ങളുടെ ലൈഫിൽ ഇത് കാരണം പിന്നീട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവം സംഭവിച്ചേക്കാം. കർമ്മ വിൽ ഡെഫിനറ്റ്ലി ഹിറ്റ് യു. നിങ്ങൾ മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ശരീര ഭാഗങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളെ സാമ്പത്തികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു പണിഷ്മെന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് കിട്ടും. നിങ്ങൾ ഒരാളെ റാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഒരു ബെനിഫിറ്റും ഇല്ല, ഒരു നേട്ടവും കിട്ടാനില്ല. അയാളുടെ മനസ്സോ ശരീരമോ സമ്പത്തോ നശിപ്പിക്കാനല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ലാഭമാണ് കിട്ടുന്നത്? എന്ത് സുഖമാണ് കിട്ടുന്നത്? എന്തിനാ മൈ ഡിയർ പ്ലസ് 2 സ്റ്റുഡൻസ് നിങ്ങൾ പ്ലസ് 1 വിദ്യാർത്ഥികളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ചെയ്യരുതടാ, റാഗിങ് ചെയ്യരുത്. സേ നോ ടു റാഗിങ്. ഒരു കാരണവശാലും നിങ്ങൾ റാഗ് ചെയ്യരുതടാ. മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് വിജയം നേടിയെടുക്കാനാകില്ല. മറ്റൊരാളുടെ ശരീരം വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് വിജയം നേടിയെടുക്കാനാകില്ല. മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് വിജയം നേടിയെടുക്കാനാകില്ല. നിങ്ങൾ ഒരാളെ റാഗ് ചെയ്യുമ്പോൾ അത് അയാൾ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ആഘാതം, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ വളരെ കൂടുതലായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ അയാളെ ഉപദ്രവിക്കരുത്, അയാളെ ബുദ്ധിമുട്ടിക്കരുത്. സേ നോ ടു റാഗിങ് മൈ ഡിയർ പ്ലസ് 2 സ്റ്റുഡൻസ്. നിങ്ങൾ ഒരു കാരണവശാലും റാഗ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും കിട്ടാനില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരാളെ റാഗ് ചെയ്യുമ്പോൾ അത് അയാളിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അയാൾ നിങ്ങൾക്ക് അടുകയും ചെയ്യാൻ അതിൻ്റെ റിഗ്രറ്റ് ചെയ്യുന്ന ലൈഫാണ്. അയാൾ ചെയ്യുന്ന ഏതൊരു പ്രശ്നത്തിലും നിങ്ങളായിരിക്കും ഉത്തരവാദി. ഒരു കാരണവശാലും മൈ ഡിയർ പ്ലസ് 2 സ്റ്റുഡൻസ് റാഗിങ് കേൾക്കുന്നത് അതിനേക്കാൾ വലിയ മോശമാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അവരെ മനസ്സിലാക്കുക, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, ചേർത്തിട്ടില്ല അവരെ കൂടെ. ആ രീതിയിൽ നിന്നും ആണ്ടി മക്കൾ നിങ്ങൾ പ്ലസ് 2 ലൈഫ് മാത്രമല്ല ലൈഫ് ലോങ്ങിൽ നിങ്ങൾ നല്ലൊരു നിമിഷത്തിൽ നമുക്ക് ജീവിതം ഒന്നുള്ളൂ. അത് മറ്റൊരാൾ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, മറ്റൊരാൾ ഉപദ്രവിക്കാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ പ്ലസ് 1 വിദ്യാർത്ഥികളെ ചേർത്തി നിങ്ങൾ സഹോദരന്മാരും സഹോദരികളുമായിട്ട് അവരെ ചേർത്തി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു. അതിനേക്കാൾ മോശമാണ് സേ നോ ടു റാഗിങ്.